ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു കൊറിയൻ ഹെയർ ബാൻഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ ഏകദേശം അറിയാമല്ലോ. നമുക്കൊരു കമ്പി വേണം, ഹെയർ ബാൻഡ് ബേസ്, അതുപോലെ തന്നെ 3 സൈസിലുള്ള ബീഡ് വേണം, വൈറ്റ് ബീഡ്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് കൊറിയൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കൊറിയൻ ഹെയർ ബാൻഡിന്. നമ്മൾ സാധാ നോർമൽ കൊറിയൻ ഹെയർ ബാൻഡ് അല്ല ഉണ്ടാക്കുന്നത്. നമ്മളത് കസ്റ്റമൈസ് ചെയ്ത്, അതായത് നെയിം കസ്റ്റമൈസ് ചെയ്ത് ാണ് നമ്മളിന്ന് കൊറിയൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. കാരണം കസ്റ്റമർ ആവശ്യപ്പെട്ടവർക്ക് കൊറിയൻ ഹെയർ ബാൻഡിൽ നെയിം വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നെയിമൊക്കെ സെലക്ട് ചെയ്ത് ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്തു. ആദ്യം നമ്മളൊരു ചെറിയ മഴത്തുള്ളി വെച്ച് പിന്നെ ചെറിയ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മളത് ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ആക്കി. ഹെയർ ബാൻഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യുന്ന ബീഡ് ഡബിൾ കോട്ടഡ് ആയിട്ടുള്ള ബീഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം നോർമൽ ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. കാരണം ബീഡ്സ് തുരുമ്പ് പിടിച്ച പോലെയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ഡബിൾ കോട്ടഡ് ആയിട്ടുള്ള ബീഡുകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിന് യാതൊരുവിധ കുഴപ്പവും വരില്ല. നല്ല മറ്റേ നോർമൽ ബീഡ്സിനേക്കാളും കാണാൻ കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, അതുപോലെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്.